അപ്പം നമുക്കിന്നൊരു ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച് നമുക്കിത് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ കണ്ണ് കിട്ടിയിട്ട് അമ്മമ്മയ്ക്ക് ചെയ്ത് കൊടുക്കും. അതേപോലെ അമ്മമ്മ കണ്ണിട്ടിട്ട് എനിക്ക് ചെയ്തിടും. അതാണ് നമ്മളുടെ ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ചിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് അമ്മമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് കണ്ണിട്ടണം, ബാക്കി പണികളൊക്കെ ചെയ്യാം. ഈ സാധനങ്ങളൊക്കെ എടുത്ത് തന്നെ ഞാൻ നല്ലൊരു സുന്ദരി കുട്ടിയാണ്. നമുക്കങ്ങനെ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അയ്യോ എന്തൊക്കെ ടീച്ചറിന്റെ ഇളയോട് വീണയും കൂടെയുണ്ട്. ആളും വല്ലാത്തൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുക. കൂടി തമിഴ്നാട്ടിലൊരു സ്ത്രീയുടേതായിരുന്നു. ഇതുവരെ ടീച്ചറുടെ വിളിച്ചറിയാം. ആക്റ്റീവായിട്ട് വിമർശനം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കൂടി പോയത് ശരിയായിട്ടില്ല. നമുക്കിനി ഫോണാണല്ലേ രാജലക്ഷ്മി ഫോണാണല്ലേ നമുക്ക് കാറ്റൽ കാണുന്നില്ല. കണ്ണിലുള്ള എഴുതാം. കണ്ണെടുക്കാം. കണ്ണെടുക്കേ. എവിടെ ഇങ്ങോട്ടുണ്ടാ ഞാൻ അടുത്തതായിട്ട് അതൊന്നും കാണുന്നില്ല. നമുക്ക് ലിപ്പാമാണോ? ലിപ്പാമാണോ? നമുക്ക് പറഞ്ഞത് ശരിയാണല്ലോ ഗോവിന്ദേട്ടാ. ആ ഒരു കാര്യത്തിന്റെ പേരിൽ മോൾ എങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. ചുണ്ടവിടെ നമ്മൾ ഈ കയ്യിൽ കണ്ടിട്ട് നവ്യയും അഭിയും തമ്മിൽ സ്നേഹിച്ചു തുടങ്ങിയപ്പോ നിങ്ങൾ തമ്മിൽ വടക്കായാലും മോളെ. കുറച്ച് ദിവസം നോക്കട്ടെ. വീണോണ നമുക്ക് വീണോണല്ലേ ചെറിയ ഡൗട്ടൊക്കെ ആണല്ല. ഇവിടെ കണ്ണിക്ക് കണ്ണ് മുന്നോട്ട് പോകുന്നെങ്കിൽ അയാൾ എടുത്തു തന്ന ഈ വീട് നമുക്ക് വേണ്ട കാര്യം. നമുക്ക് ഏതെങ്കിലും വാടക വീട്ടിലേക്ക് മാറാം. നമുക്ക് ക്യാമറയിൽ കാണാമല്ലേ മേക്കപ്പ് ചെയ്യുന്നത്. കഷ്ടമൊന്നും കാണില്ല. അത് കാല കണ്ടുപിടിച്ചപ്പോഴായിട്ട് മേക്കപ്പ് കണ്ണുണ്ട്. സംസാരിക്കാൻ പറഞ്ഞില്ല. ആദർശമോന്റെ അമ്മ ഉള്ളതുകൊണ്ട് ഇതധികം നീണ്ടു പോവില്ല. എവിടെ നമുക്ക് വിശ്വസിക്കാം. തുടയ്ക്കാൻ പാടില്ലേ? കണ്ണുണ്ടല്ലേ? അതല്ല നമുക്ക് കൈയെടുത്ത് നമുക്ക് ഏത് ലിപ്സ്റ്റിക് വേണം?
വലുത് വേണം. ഇവിടെ കുത്തിയാ. ഇതാണ് ഇത്. ഇതല്ലേ വലുത്? ആ, ഇതാ വേണ്ടത്. ഇത് നമ്മുടെ liquid lipstick ആണ്. ഇത് കഷ്ടമാണ്. ചുണ്ടത്താണോ? ദേവേനി നീ കരഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. ആര് പറഞ്ഞില്ലെന്നു? നീ പിന്നെ കണ്ണീരൊക്കെ ചെയ്തോ? അത് പിന്നെ പെട്ടെന്ന് നമ്മുടെ അച്ഛനെ പറ്റി ഓർത്തതാ. നാടിമ്മല് അച്ഛന്റെ അസുഖത്തെ പൊട്ടുണ്ടായിരുന്നല്ലോ. പറ്റി ഓർത്തതാ. അതിന് അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലെങ്കിലും അച്ഛൻ വലിയൊരു അസുഖത്തിന്റെ പിടിയിലല്ലേ. അല്ല, ഇപ്പൊ അത് ഓർത്ത് കരയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്കിനി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം പേടിയാണ്. അച്ഛനുമായിട്ട് ഒരിക്കൽ പോലും എനിക്ക് വഴക്കിടേണ്ടി വന്നിട്ടില്ല. അതിനുള്ള അവസരം ഒരിക്കലും അവരായിട്ടുണ്ട്.